നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇടവ മാസം 1-ാം തീയതി വ്യാഴാഴ്ച ദിവസം. 9 നക്ഷത്രക്കാർക്ക് രാജയോഗം പിറന്ന ദിവസമാണിന്ന്. രാജയോഗത്താൽ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇനി മുതൽ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. കഷ്ടതകൾ ധാരാളമായി അനുഭവിക്കുന്ന ഇവർക്ക് ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ് ഇന്നു മുതൽ ആരംഭമാകാൻ പോകുന്നത്. എങ്കിൽ പോലും ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ 3 ദിവസത്തിന് ശേഷമായിരിക്കും ലഭിച്ചു തുടങ്ങുന്നത്. സകല ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കിട്ടുന്ന അവസരമാണ് ഈ 9 നക്ഷത്രക്കാരുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇവരുടെ ദുരിത ജീവിതത്തിനാണ് ശമനമായിരിക്കുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കളിയാക്കലുകൾ, കുറ്റം പറച്ചിലുകൾ, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ഈ 9 നക്ഷത്രക്കാർക്ക് രാജയോഗമാണ് ഇന്നു മുതൽ, അതായത് ഇടവം 1 മുതൽ ആരംഭമായിരിക്കുന്നത്. ഈ രാജയോഗത്താൽ കീർത്തി, ധനം, സമ്പത്ത്, ഐശ്വര്യം, അഭിവൃദ്ധി, കുടുംബ മഹിമ തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും, അത് ഒരു കാലത്തുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയ പലവിധ ഭാഗ്യങ്ങളും ഈ രാജയോഗത്താൽ ലഭിച്ചു തുടങ്ങുന്നതാണ്. നിങ്ങൾ അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വളരെ വലിയ മാറ്റങ്ങൾ, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങൾക്കും ശമനം അതിലൂടെ തന്നെ ലഭ്യമാകുന്നതാണ്. കൂടാതെ ദേവീക്ഷേത്ര ദർശനം നടത്തുക, കുങ്കുമാർച്ചന നടത്തുന്നത് ഉത്തമമാണ്. ചുമന്ന പട്ട് സമർപ്പിക്കുന്ന ഉത്തമമാണ്. കൂടാതെ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരം നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കിട്ടിയത് ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി മുതൽ പലവിധ നേട്ടങ്ങൾക്കുള്ള സമയമാണ് ആരംഭമായിരിക്കുന്നത്. 9 നക്ഷത്രക്കാർക്കാണ് രാജയോഗം ഇന്നു മുതൽ ആരംഭം കുറിച്ചിരിക്കുന്നത്. സകലവിധ ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന ദിവസമാണ് ഇടവം 1-ാം തീയതി എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം. ജീവിത ക്ലേശങ്ങൾക്കൊക്കെ മാറാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമായ ഫലങ്ങളെ നൽകുന്നതാണ്. വെറുതെ ഇരിക്കുന്ന വേളകളിലൊക്കെ കൃഷ്ണ, ഗോവിന്ദ, രാമ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം മാറ്റത്തെ പ്രദാനം ചെയ്യും. അത് 2 ഗുണങ്ങൾ, വളരെ നേട്ടങ്ങൾ നൽകുന്നത് കൂടാതെ നിങ്ങളുടെ മനസ്സിലേക്കൊരു പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്നതും ഇതിലൂടെ സാധ്യമാകുന്നതാണ്. ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ കഷ്ടതകൾക്കും അവസാനം അല്ലെങ്കിൽ ശമനം ഇന്നു മുതൽ ആരംഭമാകാൻ പോകുന്നുണ്ട്. ആഗ്രഹിച്ചതും കൊതിച്ചതും കൂടാതെ നിങ്ങൾക്ക് വിധിച്ചതും ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങുന്ന ഈ രാജയോഗം 9 നക്ഷത്രക്കാർക്കാണ് ആരംഭമായിരിക്കുന്നത്. അനുകൂല രാശികളിൽ ഗ്രഹങ്ങൾ ബലവാനായി നിൽക്കുകയാണെങ്കിൽ ഗുണഫലങ്ങൾ പലവിധം എന്നതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്. കൂടാതെ പൂർവിക സ്വത്തുകൾ, എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പെട്ടുകിടക്കുന്ന സ്വത്തുവകകളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. മനോദുഃഖം കൂടുതലും സമ്പത്തിനെ ഓർത്തായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തെ ഓർത്തായിരിക്കും, അവർക്കൊരു ജോലി കിട്ടുന്നില്ല എന്നത് ഓർത്തായിരിക്കും, അവരുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഓർത്തുകൊള്ളതായിരിക്കും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള മനോദുഃഖങ്ങൾക്കും ഇവിടെ പരിഹാരം ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് നമ്മൾ മനുഷ്യർ. അതിൽ നടന്നത് കൂടുതലും നടക്കാത്തത് കുറവുമായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നടന്നത് കുറവും നടക്കാത്ത സ്വപ്നങ്ങൾ കൂടുതലുമായിരിക്കും. അങ്ങനെയുള്ള നിങ്ങൾ നടക്കില്ല എന്ന് പോലും പറഞ്ഞു മാറ്റി വെച്ചിരുന്ന പല സ്വപ്നങ്ങളും ഇനി ഈ രാജയോഗ ഫലത്താൽ 9 നക്ഷത്രക്കാർക്ക് തുടക്കമാകാൻ പോവുകയാണ്. ഒരു ആശ്വാസ സമയം, അതായത് ഒരു ഉയർച്ചയുടെ, ഒരു നേട്ടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ മേൽ ദുഃഖമായി കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിന് അതൊക്കെ മാറി ഭാഗ്യം തുടങ്ങുകയാണ് ഇന്ന് ഇടവമാസം 1-ാം തീയതി മുതൽ. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ കഴിയുമെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനമൊക്കെ നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണപതി ഹോമമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് തടസ്സ നിവാരണത്തിനും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറി നിങ്ങളുടെ കുടുംബം ഒന്ന് പോസിറ്റീവായി മാറി, അതായത് നിങ്ങൾക്ക് മാത്രം ഭാഗ്യം വന്നാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തിന് മുഴുവനായി ആ ഭാഗ്യം എത്തുകയും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും അത് നേട്ടമായി മാറുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള എത്ര അംഗങ്ങളുണ്ടോ അവരുടെയൊക്കെ പേരിൽ ഗണപതി ഹോമം നടത്തുന്നതൊക്കെ വളരെയധികം ഫലങ്ങളെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. പ്രാർത്ഥന അനിവാര്യമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് മറക്കണ്ട. അപ്പോൾ ഈ ഒരു സമയം വളരെയധികം അനുകൂലമായതിനാൽ തന്നെ ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ചെയ്യേണ്ടത്
പ്രാർത്ഥനയാണ്. അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് ഏറ്റവും അധികം ഫലങ്ങളെ നിങ്ങൾക്ക് നൽകുന്നത് തന്നെയായിരിക്കും. നിങ്ങളുടെ പൂജാമുറിയിൽ ഇരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ, വീട്ടിൽ ഒരാൾക്കെങ്കിലും പോകാൻ സാധിക്കുമെങ്കിൽ പോവുക. കൂടാതെ അവിടെയുള്ള ആ ഗൃഹത്തിലുള്ള എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് ഗണപതി ഹോമത്തിന് എഴുതി കൊടുക്കുക. അപ്പോൾ അത് ഭഗവാൻ സ്വീകരിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങൾ തരും. കൂടാതെ ഇവിടെ നല്ല സമയമാണെന്നിരിക്കെ അല്ലെങ്കിൽ എന്നിലേക്ക് ഭാഗ്യങ്ങൾ എത്തുമെന്ന് പറഞ്ഞ് ആരും മടിച്ചിരിക്കരുത്. പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നേട്ടങ്ങൾ ധാരാളമായി എത്തുന്ന സമയമായതിനാൽ പ്രാർത്ഥനകൾ ഇരട്ടി നേട്ടങ്ങൾ നിങ്ങളിലേക്ക്, അതായത് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതിന് കൂടി സഹായകമാകുന്നതാണ്. അപ്പോൾ ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ 3 നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക. ഈ 3 നക്ഷത്രക്കാർ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു. അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. അത്രയധികം ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇത് ഇത്രത്തോളം ദുഃഖം അനുഭവിച്ച ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അതിന് ഉദാഹരണം കാണിച്ചു തരാൻ കഴിയില്ല. അത്രയ്ക്ക് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പുനർജന്മ സമയം ഈ ഇടവമാസം 1-ാം തീയതി മുതൽ തുടങ്ങിയെന്ന് തന്നെ നിങ്ങൾക്ക് അനുമാനിക്കാം. കാരണം അത്രത്തോളം സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ ഒരു സമയം, രാജയോഗ സമയമാണ് എത്തിയിരിക്കുന്നത്. രക്ഷപ്പെടും. തള്ളിക്കളഞ്ഞവരും നിങ്ങളെ കുറ്റം പറഞ്ഞു മാറി നിന്ന് കൈകൊട്ടി ചിരിച്ചവരും ഇനി നിങ്ങളുടെ വിജയം കണ്ട് അത്ഭുതപ്പെടാൻ പോകുന്ന സമയമാണ് ആരംഭമാകാൻ പോകുന്നത്. ഒരുപാട് ദുഃഖം സഹിച്ചു, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി, അതിൻ്റെ ഫലമായി ഇനി നേട്ടത്തിൻ്റെ സമയമാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത് ഉയർച്ചയുടെ നാളുകളാണ് എത്തിയിരിക്കുന്നത്. ധാരാളം നേട്ടം, ഐശ്വര്യം, പ്രശസ്തി, അംഗീകാരം, ചെയ്ത പല കാര്യങ്ങൾക്കും, മുന്നേയുള്ള പല സമയങ്ങളിൽ ചെയ്ത പല കാര്യങ്ങൾക്കും ലഭിക്കാതെ പോയ നേട്ടങ്ങൾ, അംഗീകാരം, പ്രശസ്തി എന്നിവ ഇനി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുകയാണ്. എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കുകയാണോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതാണ്. കൂടാതെ ഇൻ്റർവ്യൂകൾക്ക്, ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്, മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇന്നു മുതലുള്ള സമയം നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം വമ്പൻ നേട്ടമായിരിക്കും, വിജയമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥന അനിവാര്യമാണ്. കൃഷ്ണ ഗോവിന്ദ രാമ എന്ന് മന്ത്രം ജപിക്കുക. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ മനസ്സിനെ പല വഴികളിലേക്ക് ഇങ്ങനെ പറത്തി വിടാതിരിക്കാൻ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്, നല്ല കാര്യങ്ങൾ ശ്രവിക്കുന്നത്, നല്ല മന്ത്രങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കുന്നതൊക്കെ ഫലങ്ങളെ നൽകുന്നതാണ്. കൂടാതെ ശിവക്ഷേത്ര ദർശനം അനിവാര്യമായ സമയമാണ്. രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ കഴിയുന്നത് ആ ഒരു സമയത്ത് പോകാവുന്നതാണ്. ധാര, പിൻവിളക്ക്, അതേപോലെ കൂവളമാല, മൃത്യുഞ്ജയ ഹോമം എന്നിവയൊക്കെ നടത്തുകയാണെങ്കിൽ അത് ഗുണങ്ങൾ ധാരാളമായി നിങ്ങളിലേക്ക് എത്തിക്കുമെന്നത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ദോഷങ്ങൾ നിങ്ങൾക്ക് മാത്രമെന്നല്ല, നിങ്ങൾ വസിക്കുന്ന ആ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മ സഹോദരങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതും ഒഴിഞ്ഞു പോയി നിങ്ങളുടെ ഭവനം ഒരു സമ്പൂർണ്ണ ഒരു പോസിറ്റീവ് ഭവനമായി, സമ്പൂർണ്ണ ഐശ്വര്യം നിറഞ്ഞൊരു ഭവനമായി മാറുന്നതിനും സഹായകമാകുന്നതാണ്. ഇവിടെ രാജയോഗത്തിൻ്റെ ഫലമായി പുതുഗൃഹഭാഗ്യം കാണുന്നുണ്ട്. പുതിയ വസ്തുക്കളൊക്കെ, ഗൃഹത്തിന് മൂടി പിടിപ്പിക്കുന്ന പലവിധ വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. പ്രാർത്ഥന അനിവാര്യം തന്നെ. നല്ല സമയമാണ് എന്ന് കരുതി മാറിയിരിക്കരുത്. പ്രാർത്ഥന അനിവാര്യമാണ്. പ്രവൃത്തിയും അനിവാര്യമായ സമയമാണ്. പ്രതീക്ഷിച്ചതിലും അപ്പുറം നേട്ടങ്ങൾ നിങ്ങളെ ഇന്നു മുതൽ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ 3 ദിവസത്തിന് ശേഷം ഇതിൻ്റെ മാറ്റങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിത്തുടങ്ങുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് വിഷമതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു. ധനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പുറത്തു നിന്ന് ആരെങ്കിലും നോക്കിയാലോ അവരുടെ കയ്യിൽ പൂത്ത കാശ എന്ന് പറയുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു നേരം ആഹാരം കഴിക്കാൻ വരെ പെടാപ്പാട് പെടുകയാണെന്ന്. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ്. തടസ്സങ്ങൾ അകലുന്ന സമയമാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ്. 2025 എഴുതി കുറിച്ച് വെച്ചോളൂ, നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ ഇടവമാസം 1-ാം തീയതി മുതൽ. അപ്പോൾ ജനന സമയപ്രകാരം ചില ഫലങ്ങളിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും ഈ വരുന്ന 18-ാം തീയതി മുതൽ കൂടുതൽ ഫലങ്ങൾ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് പൂർണ്ണമായി ലഭിക്കുന്നതാണ്. ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുലതകൾ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വിഷമത്തിൻ്റെ ആവശ്യമില്ല. മെച്ചപ്പെട്ട ആരോഗ്യ സമയമാണ് തുടങ്ങുന്നത്. കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ കുടുംബത്തിൽ, അതായത് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരെ ആളുകൾ വസിക്കുന്ന കുടുംബത്തിൽ നേട്ടം ഉണ്ടാകും. അപ്പോൾ കുടുംബത്തിൽ ജോലിയൊക്കെ ഇല്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അടുത്തുള്ള സർപ്പക്കാവുകളുണ്ടെങ്കിൽ, അപ്പോൾ
എല്ലാ ക്ഷേത്രങ്ങളിലും സർപ്പാരാധനയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജോലിക്ക് തടസ്സം വരുത്തുന്ന അല്ലെങ്കിൽ ഭംഗം വരുത്തുന്നതായ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാടുകൾ സമർപ്പിക്കുകയാണെങ്കിൽ ജോലിക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ്. കാരണം ഉത്തരം, അത്തം, ചിത്തിര നക്ഷത്രക്കാരായ ആളുകൾ വസിക്കുന്ന ഗൃഹത്തിൽ തന്നെ രാജയോഗ ഫലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകേണ്ടതും അനിവാര്യ സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇരട്ടി ഫലവും ചെയ്യുന്ന പ്രാർത്ഥനകൾ ഇരട്ടി നേട്ടവുമായി നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കും സൗഭാഗ്യ സമയം ഈ ഇടവമാസം 1-ാം തീയതി മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ദുരിത ശമനമാണ്. ദുരിതങ്ങളൊക്കെ അകലുന്ന സമയമാണ്. കുടുംബക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമായ ഒരു സമയമാണ്. അപ്പോൾ ഈ ഇടവമാസം നിങ്ങളിത് നടത്തിയേ മതിയാകൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ, വിളക്ക് ഇതൊക്കെയാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു കുപ്പി എണ്ണ വാങ്ങിച്ച് ഒരു പുതിയൊരു വിളക്കോടുകൂടി അവിടെ സമർപ്പിച്ച് ആ തിരുനടയിൽ നിന്ന് 5 തിരിയിട്ട് നിങ്ങൾ തന്നെ തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായ ആളുകൾ കുടുംബക്ഷേത്ര ദർശനം നടത്തി എണ്ണ, വിളക്ക് സമർപ്പിച്ച് നിങ്ങൾ തന്നെ അത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് കുട്ടികളുടെ അസുഖമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ജോലിയില്ലാത്തതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാകാം, അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങളാകാം, അങ്ങനെ എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയ്ക്ക് അപ്പുറം മറ്റൊരു ദൈവമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുടുംബ പരദേവതയ്ക്ക് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ അവിടെ പോകാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്ര ദർശനം അനിവാര്യമാണ്. അടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഗണപതി ഹോമം നടത്തുന്നതും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഗായത്രി മന്ത്രം പ്രഭാത സമയത്തൊക്കെ ജപിക്കുന്നതും വളരെയധികം മാറ്റങ്ങൾ നിങ്ങളെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കുന്നതാണ്. കൂടാതെ കഴിയുമെങ്കിൽ അന്നദാനം ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടായി സമർപ്പിക്കുന്നത് അത് വളരെയധികം തുകയാകുമെങ്കിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഒരു അരിയോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്താലും മതിയാവും. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ചുള്ള ചെറിയ ഒരു പങ്കാളിയാകുക. അപ്പോൾ അങ്ങനെ അന്നദാനമൊക്കെ വഴിപാട് നടത്തുന്നതും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. കൊതിച്ചതൊക്കെയും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ആരംഭമാകുന്നത്. അപ്പോൾ ആ ഒരു സമയം എത്തുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രവൃത്തികളും ഉത്തമമായ രീതിയിൽ കൊണ്ടുപോകേണ്ടതാണ്. കൂടാതെ ക്ഷേത്ര ദർശനങ്ങൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ സമർപ്പിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. അടുത്ത ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തുക. കോടീശ്വര യോഗമൊക്കെ തെളിയുന്ന ഒരു സമയമാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൂർണ്ണ തോതിൽ പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തേ മതിയാകൂ. അല്ല നല്ല സമയമാണ്, എന്നിലേക്ക് എല്ലാം എത്തിക്കോളും, അല്ലെങ്കിൽ എത്തും, ഭഗവാൻ നൽകും എന്ന് മാത്രമല്ല, നമ്മൾ ഭഗവാനെ അവിടേക്ക് ചെന്ന് ദർശിക്കുക, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും അതിനെ ഭഗവാൻ മാറ്റിത്തരും. അപ്പോൾ എങ്ങനെയായാലും വീട്ടിലിരുന്നായാലും ക്ഷേത്രത്തിൽ പോയാലും പ്രാർത്ഥന അനിവാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇടവം 1 അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക്, ഈ 9 നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം മഹാഭാഗ്യമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ആരംഭമായിരിക്കുന്നത്.